ജീപ്പ് ഡ്രൈവർ രാജേഷ് ഉണ്ട്. ഈ തരത്തിൽ ലോൺ വാങ്ങിയ വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ. രാജേഷ്, ഇപ്പോൾ രാജേഷിനും വന്നോ നോട്ടീസ്? നോട്ടീസ് എനിക്ക് വന്നിട്ടുണ്ട് മാഡം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തൂർ ഫിനാൻസിൽ നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. എന്നാ വന്നത്? എനിക്ക് വന്നത് ആക്ച്വലി നമുക്ക് കഴിഞ്ഞ മാസം 25-ാം തീയതി എനിക്ക് ആ പേപ്പർ കൈപ്പറ്റിയത്. അത് 15 ദിവസം കൊണ്ട് നമുക്ക് 2,60,000 രൂപ നമുക്ക് തിരിച്ചടയ്ക്കണം എന്നാണ് അവർ പറയുന്നത്. അല്ല, ഈ ദുരന്ത ബാധിതനാണ് എന്നറിഞ്ഞിട്ടാണോ ഈ കാര്യങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നത്? ദുരിതബാധിത എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഞാൻ വിളിക്കാൻ നിന്നിട്ടില്ല. അന്ന് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 28-ാം തീയതിയാണ് ഞാൻ വിളിക്കുന്നത്. 28-ാം തീയതി വിളിച്ചപ്പോഴാണ് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. 30-ാം തീയതി ആണല്ലോ നമുക്ക് ലാൻഡ് സ്ലൈഡ് നടക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് അപ്പോഴാണ്. പിന്നെ അതിനുശേഷം നമുക്ക് കോൺടാക്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിലവിൽ നമുക്ക് സമ്മർദ്ദമുണ്ടോ? സമ്മർദ്ദമുണ്ട്, തീർച്ചയായിട്ടും. എങ്ങനെയാണ് സമ്മർദ്ദം? വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2,60,000 രൂപ നമ്മൾ അടച്ചാൽ മതിയാവുന്നതാണ് അവരുടെ ഒരു നിലപാട്. അല്ല, ഇപ്പോൾ ദുരന്തബാധിതരായ ആളുകൾക്ക് ഇതിലൊരു ഇളവ് വേണമെന്നുള്ളത് സർക്കാർ തന്നെ ആവശ്യപ്പെട്ട കാര്യമാണ്. അതെ. അപ്പോൾ അത് നിങ്ങൾ വ്യക്തമാക്കിയില്ലേ? നമ്മളത് പറയുന്നുണ്ട് മാഡം, നമ്മളത് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് മേൽഘടകത്തുനിന്ന് അവർക്ക് നോട്ടീസ് അവർക്ക് ലീഗലായിട്ട് അവർക്ക് വന്നിട്ടില്ല എന്നാ പറയുന്നത്. അതായത് നിങ്ങൾ ദുരന്തബാധിതനാണ് എന്ന അറിയിപ്പ് അവർക്ക് വന്നില്ല എന്നോ? അങ്ങനെയല്ല, അവർക്ക് മേൽഘടകത്തുനിന്ന് അവർക്ക് ഓർഡർ വന്നിട്ടില്ല. ഇത് ഇങ്ങനെ എഴുതി തള്ളാനും അല്ലെങ്കിൽ അതിങ്ങനെ സംസാരിക്കാനുള്ള ഓർഡർ വന്നിട്ടില്ല. മുത്തൂറ്റ് ഫിനാൻസ് ആണോ? അതെ അതെ. നിങ്ങൾ ഇക്കാര്യം ആരെയാണ് ബോധിപ്പിച്ചത്? അതിപ്പോൾ അവിടെ എന്നെ സ്റ്റാർട്ടിങ് വിളിച്ചത് ഹൈക്കോടതി വക്കീലാണ് എന്നെ വിളിച്ചത്. ഹൈക്കോടതി വക്കീൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തൂറ്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വക്കീലാണ്. ആ പുള്ളിയാണ് എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ അടയ്ക്കണം നമ്മുടെ വണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ വണ്ടി സറണ്ടർ ചെയ്താണ് സാറേ, പിന്നെ ഞാൻ എന്തിനാ ഈ ക്യാഷ് അടയ്ക്കേണ്ടത്? എന്റെ അടുത്ത് അടയ്ക്കേണ്ടെന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ അടയ്ക്കണമെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, നിങ്ങളുടെ വണ്ടി സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ മറച്ചു വിറ്റത് 1000 രൂപയ്ക്കാന്നാ പറഞ്ഞത്. അപ്പൊ 1000 രൂപ കഴിച്ചിട്ട് ബാക്കി നമുക്ക് ഇൻട്രസ്റ്റ് അടക്കം 2,60,000 രൂപ നിങ്ങൾ ഇപ്പൊ അടയ്ക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്യാമ്പിലാണോ ഉള്ളത്? അതെ. ഇപ്പോൾ അവിടെ മന്ത്രിമാർ നിലവിൽ അവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആരെങ്കിലുമൊക്കെ പ്രതിനിധികളായിട്ടുണ്ടല്ലോ. നിങ്ങൾക്കിപ്പോൾ കുറച്ചു കാലം ഈ ദുരന്തം നടന്ന കുറേ ദിവസങ്ങളെങ്കിലും മന്ത്രിമാരുടെ നേരിട്ടുള്ള സഹായം തന്നെ അവിടെ ലഭ്യമായിരുന്നു. ഇപ്പോഴെന്താണ് അവസ്ഥ? ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് ആരോടാണ് ബോധിപ്പിക്കാൻ കഴിയുക അവിടെ? മാഡം, നമുക്കിപ്പോ ആകെ നമുക്ക് കാണിക്കാനുള്ളതും ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടി പറയാനുള്ളതും നമുക്ക് ഇപ്പോൾ മീഡിയാസ് മാത്രമേ ഉള്ളൂ. ആരാണ്? കാരണം മീഡിയാസ് വെച്ചിട്ടുണ്ടെങ്കിൽ ശരി, മീഡിയ മാത്രമേ ഉള്ളൂ. അല്ല, അവിടെ സ്ഥലം MLA ഉണ്ടല്ലോ, കളക്ടറുണ്ട്. ഞങ്ങൾ ഇതിനെ കുറിച്ചിട്ട് ഞങ്ങളൊരു മെമ്മോറണ്ടം കറക്റ്റായിട്ട് തയ്യാറാക്കിയിട്ട് നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എന്നെ പോലെ ബാധിക്കപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ഇതേപോലത്തെ അവസ്ഥ വന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ കളക്ടർക്ക് ഒരു മെമ്മോറണ്ടം തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ഇന്നലെ അവിടെ കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എല്ലാ ബാങ്കുകൾക്കും നിങ്ങൾ ഈ സാധനം കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് തള്ളിക്കളയണം എന്നുള്ളൊരു ആവശ്യം നമ്മൾ ഒരു രേഖയാക്കിയിട്ട് നമ്മൾ എല്ലാ ബാങ്കുകളിലും കയറി കൊടുക്കുക. എന്നിട്ട് കളക്ടർ ഓഫീസിലേക്ക് വരാനാണ് നമ്മളടുത്ത് ഇന്നലെ വരെയുള്ള ഇത് പറഞ്ഞത്. കളക്ടറാണോ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അത് ഇച്ചിരി കൂടെ എളുപ്പമാവും എന്നാണ്. അതായത് നിങ്ങൾ തന്നെ ബാങ്കിനെ സമീപിച്ച് ഈ കാര്യങ്ങൾ അറിയിക്കണം ആദ്യം. അതെ, അവർക്ക് കളക്ടർക്ക് കൊടുത്തതിന്റെ പുറകെ നമ്മൾ എല്ലാ ബാങ്കുകളിലേക്കും നമ്മൾ ഇതേപോലത്തെ ഇത് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഇത് തള്ളിക്കളയാനുള്ള ഒരു ഇല്ല, ഞങ്ങൾ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ മാഡം. നിങ്ങളുടെ ക്യാമ്പിൽ വേറെയും ഇതുപോലെ വാഹനം ഉള്ളവർ അല്ലെങ്കിൽ ജീപ്പ് ഡ്രൈവർമാരാണല്ലോ ഇപ്പോൾ ഈ രൂപത്തിൽ വലിയ രീതിയിൽ ഭീഷണി നേരിടുന്നത്. വേറെയും ആളുകളുണ്ടോ നിങ്ങളുടെ ക്യാമ്പിലുണ്ടോ? ജീപ്പ് ഡ്രൈവർ മാത്രമല്ല മാഡം, ജീപ്പ് ഡ്രൈവർ മാത്രമല്ല. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ തൊഴിലാളികളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പുറമേ നിന്ന് എടുത്തിട്ടുള്ള ഈ മൊബൈലിന്റെ ഇത് മറ്റേ ബജാജ് ഫിനാൻസ് പോലെയുള്ള ചെറുകിട ഫിനാൻസുകളിൽ നിന്നും ഇതേപോലത്തെ വായ്പകൾ ഇപ്പോഴും അക്കൗണ്ടിൽ നിന്ന് കട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെമ്മോറണ്ടം തയ്യാറാക്കിയിട്ട് നമ്മൾ കളക്ടർക്ക് കൊടുത്തിട്ടുള്ളത്. മെയിൽ അയച്ചു. കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ അടിയന്തര സഹായത്തിൽ നിന്ന് വരെ പണം എടുത്തുകൊണ്ടുപോകുന്ന അവസ്ഥയാണല്ലോ ഗ്രാമീൺ ബാങ്കിൽ ഉണ്ടായത്. അത് പക്ഷേ വലിയ പ്രതിഷേധത്തിനൊടുവിൽ ആ പണം തിരിച്ചു അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. മാഡം, അതാണ് ഞാൻ പറയുന്നത്. അവർക്ക് അത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് ഗ്രാമീൺ ബാങ്കിന് മാത്രമേ അവർക്ക് ബാധകമായിട്ടുള്ളൂ. ഇപ്പോഴും ഇന്നലെ മിനിയാന്ന് അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജീപ്പ് ഡ്രൈവർക്ക് ഇതേ അവസ്ഥ തന്നെ വന്ന 15,000 ചില്ലാൻ രൂപ വീണ്ടും കട്ടായിട്ടുണ്ട്.
ശരിയാണ്. അപ്പോൾ അതിൽ അടിയന്തരമായി തന്നെ ഈ പറയുന്ന പോലെ ഈ അവിടെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതാക്കൾ അവിടെ വരികയും പ്രവർത്തകരും അവിടെ എത്തി വലിയ പ്രതിഷേധമാണല്ലോ അവിടെ ഉണ്ടായത്. നിങ്ങൾക്ക് ഒരു പിന്തുണ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനത്തിലേക്ക് ബാങ്കിനെ എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ അവരുടെ സഹായവും ഈ ഘട്ടത്തിൽ തേടേണ്ടതാണ് രാജേഷ്. അതെ 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 ഞങ്ങൾ അത് തേടുന്നുണ്ട് മാഡം. ഞങ്ങൾ എല്ലാവർക്കും നമ്മളെല്ലാ എന്താണ് പൊളിറ്റിക്സ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒന്ന് രാജേഷ് ലൈനിൽ തുടരണം. വിചാരിക്കുന്നു. രാജേഷ് ഒന്ന് ലൈനിൽ തുടരണം. ഡിവൈഎഫ്ഐ നേതാവ്